ഹലോ ഗായ്സ്, എല്ലാവർക്കും ആദി ടോക്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉപകാരപ്രദമാകാൻ പോകുന്നത് ഓസ്കാർ ഫിഷിനെ വളർത്താൻ താല്പര്യമുള്ളവർക്കാണ്. ഇന്ന് നമ്മൾ ഈ ഷോർട്ട് വീഡിയോയിൽ ഓസ്കാർ ഫിഷിനെ പറ്റി ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിൻ്റെ ആൽബിനോ ടൈഗർ ഓസ്കാറാണ്. ഇത് വാങ്ങിയിട്ട് ഞാൻ ഏകദേശം 1 ഇയർ ആയിട്ടുള്ളൂ. ഓസ്കാർ ഫിഷ് പെട്ടെന്ന് വലുതാന്ന് കൂടിയൊരു മീനാണ്. അപ്പോൾ നമ്മളൊരു വലിയ ടാങ്കിലോ അക്വാറിയത്തിലോ വേണം ഇതിനിടെ. പിന്നെ ഓസ്കാർ ഫിഷ് ഒരു ഫ്രഷ് വാട്ടർ ഫിഷും കൂടിയാണ്. അപ്പോൾ നമ്മൾ എയറേഷനോ ഫിൽട്രേഷനോ വെക്കുന്നത് നന്നായി. പിന്നെ ഒരു ഹീറ്റർ ഞാൻ വെച്ചില്ല, ഞങ്ങളിവിടെ നല്ല ചൂടായതുകൊണ്ട് തണുപ്പുള്ള പ്രദേശങ്ങൾ വളർത്താണെങ്കിൽ ഒരു ഹീറ്റർ വേണം. പിന്നെ ഓസ്കാർ ഫിഷ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മോൺസ്റ്റർ ഫിഷ് ആയതുകൊണ്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ലൈഫ് ഫീഡെല്ലാം കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ചെറിയ കടയിൽ നിന്ന് വാങ്ങിക്കൊടുക്കുക, അല്ലെങ്കിൽ തോട്ടിൽ നിന്നൊക്കെ പിടിച്ച ചെറിയ മീൻ അങ്ങനത്തെ എല്ലാം വാങ്ങിക്കൊടുത്താൽ അവന്മാർ നല്ലോണം ഹാപ്പി ആവും. പിന്നെ നല്ലോണം ഫൈറ്റ് ചെയ്യും. 2 മെയിലെല്ലാം വന്നിട്ടുണ്ടെങ്കിൽ മിക്കവാറും ഫൈറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു മെയിലും ഒരു ഫീമെയിലും വേണ്ടിയിട്ട് വേണം നമ്മൾ വാങ്ങാൻ. പിന്നെ മെയിലും ഫീമെയിൽ ഐഡൻറ്റിഫിക്കേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് ഞാൻ വേറെ വീഡിയോ ചെയ്തിട്ട് നമ്മളെ യൂട്യൂബിൽ പോയി നോക്കിയിട്ട് കാണാം. അപ്പോൾ മെയിലും ഫീമെയിലും നോക്കി വാങ്ങുകയാണെങ്കിൽ ഇത് വലിയ ഫൈറ്റൊന്നും ഉണ്ടാകാൻ സാധ്യതയല്ല. അപ്പോൾ ഈ ഷോർട്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.